രക്ഷകനീശോ വരുന്നു, നിന്റെ രോഗശയ്യക്കരികെ ജീവന്റെ നാഥൻ വരുന്നു. വിശ്വാസത്തോടെ നീ ഉണരൂ, പ്രത്യാശയുള്ളിൽ നീ നിറയ്ക്കൂ. നമ്മെ രക്ഷിക്കാൻ കഴിയുന്നോനല്ലോ രക്ഷകനീശോനാഥൻ. ഈ കാലഘട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തിലേക്ക് ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ കരം നീളുകയാണ്. ഇന്ന് ലോകം മുഴുവൻ ലോകത്തിന്റെ അടിത്തറകളെ ആഞ്ഞുകുലുക്കുന്ന ഒരു സംഭവത്തിലേക്ക് ഈ പ്രോഗ്രാം കടന്നു പോവുകയാണ്. സഭയിലെ ഓരോ വിശ്വാസികളെയും പ്രായഭേദമന്യേ ഇത് ആക്രമിച്ചു കഴിഞ്ഞു. ലോകത്തിന്റെ ഓരോ കോണ്ടിനെന്റ്സും ഭൂഖണ്ഡങ്ങളിലും ഇതിന്റെ ശബ്ദത്തിന്റെ ഒലികൾ ലോകം മുഴുവൻ നിറഞ്ഞു കഴിഞ്ഞു. പോണോഗ്രാഫി, ചീത്ത ഫിലിമുകളും കൂട്ടുകെട്ടുകളും ഇതിലൂടെ കടന്നു വന്നു കഴിഞ്ഞു. ഇന്ന് ഹീലിംഗ് ടച്ച് ഏറ്റെടുക്കുന്ന കാര്യം പോണോഗ്രാഫിയിലേക്കാണ്. ദൈവത്തിന്റെ വചനം ഇതിനെക്കുറിച്ച് എന്താണ് സംസാരിക്കുക? റോമായുടെ ലേഖനത്തിൽ 12-ാം അധ്യായം 1-ാം വാക്യം ബൈബിൾ ഇങ്ങനെയാണ് പറയുക: നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് സ്വീകാര്യവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതാണ് യഥാർത്ഥമായ ആരാധന. ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആരാധനയാകേണ്ടത് ഈ ശരീരത്തെ ഒരു സജീവ ബലിയായി, വിശുദ്ധ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുന്നതിലൂടെയാണ്. പക്ഷെ എന്തു പറ്റി? എൻ്റെ ചിന്തകളെ ലോകം വേട്ടയാടിക്കഴിഞ്ഞു. എൻ്റെ കണ്ണുകളെ ലോകം നേടിയെടുക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞു. എവിടെ നോക്കിയാലും, എവിടെ കടന്നുപോയാലും ഈ ചിന്തകൾ എൻ്റെ ഹൃദയത്തെ മതിക്കുന്നുവെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള ശത്രു വിതച്ച വിത്തുകളെ നമ്മൾ പറിച്ചു മാറ്റേണ്ടിയിരിക്കുന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ദൈവത്തിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്കായി, വിവാഹിതർക്കായി ദൈവത്തിന്റെ വലിയ സാന്നിധ്യം കടന്നു വരുവാനും ദൈവത്തിന്റെ വിശുദ്ധി കടന്നു വരുവാനും നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ്. ഇതൊരു വലിയ വിമോചനത്തിന്റെ സമയമാണ്, വലിയ വിടുതലിന്റെ സമയം. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഈ ഒരു പ്രോഗ്രാമിന് കൂടിയേ കഴിയുകയുള്ളൂ. നമുക്കൊന്നിയേർന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയോടുകൂടി പോണോഗ്രാഫി എന്ന വിഷയത്തെ നമുക്ക് നേരിടാം. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, ഇവിടെ ദൈവം നമ്മളെ തൊടുവാൻ പോകുകയാണ്. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് മനസ്സും ശരീരവും ആത്മാവും ദൈവത്തിലേക്ക്, ഈശോയിലേക്ക് നമ്മൾ കേന്ദ്രീകരിക്കാം. ദിവ്യകാരുണ്യം നമ്മളെ തൊടുവാൻ പോകുന്ന സമയം. നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. തിന്മയുടെ ചതിക്കുഴികളിൽപ്പെട്ട് നീ കരയുകയാണോ? സുഖമാക്കുവാൻ ആരുമില്ലെന്ന് നീ വിലപിക്കുന്നുവോ? മ്ലേച്ഛതയും ആസക്തികളും നിന്നെ വരിഞ്ഞു മുറുക്കുന്നുവോ? ജീവിതത്തിൻ്റെ സന്തോഷമെല്ലാം നഷ്ടപ്പെട്ട് നീ നിരാശയിൽ കരയുന്നുവോ? ഇതാ സത്യദൈവമായ, ഇന്നും ജീവിക്കുന്നവനായ ദൈവപുത്രൻ നിന്റെ ജീവിതത്തെ ഏറ്റെടുക്കുന്നു. പരിപൂർണമായ വിടുതലും സൗഖ്യവും യേശു നിനക്ക് നൽകുന്നു. മുറിവേറ്റ കരത്താൽ അവൻ നിന്നെ ആശീർവദിക്കുന്നു. ഇനി നീ പഴയ വ്യക്തിയല്ല, ക്രിസ്തുവിൽ പുതിയ വ്യക്തിയാകുന്നു. സമാധാനത്തിൻ്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 22-23 വാക്യങ്ങൾ. കണ്ണ്
ശരീരത്തിന്റെ വിളക്കാണ്. കണ്ണു വിശുദ്ധമെങ്കിൽ ശരീരവും വിശുദ്ധമായിരിക്കും. കണ്ണു ദുഷ്ടമെങ്കിൽ ശരീരവും അന്ധകാരത്തിലായിരിക്കും. നിന്നിലെ പ്രകാശം അന്ധകാരമാണെങ്കിൽ അന്ധകാരം എത്രയോ വലുതായിരിക്കുമെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. ഓർക്കുക, കണ്ണ് ശരീരത്തിന്റെ വിളക്കാണ്. കണ്ണ് വിശുദ്ധമെങ്കിൽ നിന്റെ ശരീരം പ്രകാശിതമായിരിക്കും. പ്രിയപ്പെട്ട ദൈവ പൈതലേ, ലോകം ഇന്ന് പുരോഗതിയുടെ പാതയിലാണ്. കാലങ്ങൾ ഇന്ന് വളരെ ഫാസ്റ്റായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ടെക്നോളജി അതിന്റെ മാക്സിമം ലിമിറ്റിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ലോകം ഇന്ന് ഫിംഗർ ടിപ്സിലാണ്. കണ്ണുകൾ തുറന്നാൽ കാഴ്ചയ്ക്ക് ചേരുന്ന സാഹചര്യങ്ങൾ മാത്രമേ ലോകത്തിലുള്ളൂ. ഇവയ്ക്ക് സഹായിക്കുവാൻ ടെക്നോളജി, ഇന്റർനെറ്റ്, ബ്രോഡ്ബാൻഡ് സൗകര്യങ്ങൾ ലോകത്തിന്റെ അതിർത്തികളിലേക്ക് അയച്ചു. സോഷ്യൽ മീഡിയകള്, യൂട്യൂബുകള്, അതുപോലുള്ള ട്യൂബും മറ്റുള്ള സാഹചര്യങ്ങളും ലോകത്തിൽ പടർന്ന് പന്തലിച്ചു. ഒരു നിസ്സാര കാര്യം പോലും സെർച്ച് ചെയ്യുവാൻ കൈവിരൽ തുമ്പലുകൾ കൊണ്ട് സാധുതയുണ്ടാകുന്ന തരത്തിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞു. ഒരു കണക്കിന് ഇവയെല്ലാം ഒരു വ്യക്തിയുടെ വിജയത്തിന് ആവശ്യം സൃഷ്ടിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, വളരെ പോസിറ്റീവ് എന്ന് കരുതുന്ന ഈ കാര്യങ്ങൾ ലോകത്തിന്റെ അതിർത്തികളിലുള്ള ഓരോ വ്യക്തികളെയും നെഗറ്റീവായി മാറ്റിമറിച്ചിരിക്കുന്നു. കഴിഞ്ഞ നാളിൽ കടന്നു വന്നൊരു ചെറുപ്പക്കാരന്റെ ജീവിതം ഒന്നെടുത്തു വെക്കുകയാണ്. ചെറിയ പ്രായത്തിൽ പഠനത്തിൽ ഉന്നത നിലവാരത്തിലൂടെ കടന്നുപോയി. മാത്തമാറ്റിക്സിന് 100% ആയിരുന്നു അവന്റെ മാർക്സ്. ഇപ്പോൾ അവൻ വന്നിരിക്കുന്നത് അവന് പഠിക്കാനാവുന്നില്ല. അവന്റെ ലോജിക്ക്, പഠനത്തിൽ അവന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ശരീരം മുഴുവൻ ക്ഷീണിച്ചു. പഠിക്കുന്നതെല്ലാം തോറ്റുപോകുന്നു. ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ശരിക്കും ഉത്കണ്ഠകളും നെഗറ്റീവായ ചിന്തകളും അവനെ തകർത്തെറിഞ്ഞു. കുറെ പേപ്പറുകൾ എഞ്ചിനീയറിംഗ് കോളേജിൽ നഷ്ടമായപ്പോഴ് ദൈവത്തോടൊന്ന് ചോദിക്കാമെന്ന് കരുതി കടന്നു വന്നവൻ മുഖത്തോട് മുഖം നോക്കാതെ കുനിഞ്ഞിരിക്കുമ്പോഴ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി ലൈംഗിക ആസക്തികളും ലൈംഗിക പരാക്രമങ്ങളും അവന്റെ കൺമുന്നിൽ തിളങ്ങുന്നു എന്ന്. ഒന്നും ചോദിക്കാതെ അവൻ പറഞ്ഞു, എന്റെ കണ്ണുകൾ ചീത്തയായി, എനിക്കിതിൽ നിന്ന് പുറത്തു വരുവാൻ പറ്റുന്നില്ല. പോണോഗ്രാഫി എന്റെ ചിന്തകളെ, എന്റെ കണ്ണിനെ, എന്റെ ഉറക്കത്തെ എല്ലാം വേട്ടയാടി. ഞാൻ അവനോട് ചോദിച്ചു, എപ്പോഴാണ് നീ ഇതിലേക്ക് കടന്നു വന്നത്? അവന്റെ ജീവിതത്തിൽ അവൻ കടന്നുപോയ ഹോസ്റ്റൽ ജീവിതം, അറിഞ്ഞോ അറിയാതെയോ കൂട്ടുകാർ വെച്ചുകൊടുത്ത ചില കാര്യങ്ങൾ ഈ ഒരു മേഖലയിലേക്ക് അവൻ മാറി മറിഞ്ഞു. പ്രിയപ്പെട്ട ദൈവജനമേ, നിസ്സാരമെന്ന് ഈ ഒരു കാര്യം നമ്മൾക്ക് കരുതാം. എന്നാൽ നിസ്സാരമല്ല ഈ സംഭവം. ലോകത്തിന്റെ അതിർത്തികൾ മുഴുവൻ ഇത് പടർന്ന് പന്തലിച്ചു കഴിഞ്ഞു. നമ്മൾ വിചാരിക്കും നമ്മുടെ രാജ്യത്ത് ഇതില്ലല്ലോ എന്ന്. കഴിഞ്ഞ നാളിലെ സർവേ പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ പോണോഗ്രാഫി കടന്നു വരുന്നത് അമേരിക്കയിലൂടെയാണ്. അമേരിക്കയിലെ കാലിഫോർണിയ, ലോസ് ആഞ്ചലസ് സിറ്റികള് ഈ ഒരു കാര്യത്തെ ഏറ്റെടുത്തു കഴിഞ്ഞു. ലോകത്തിന്റെ 70% കടന്നു വരുന്ന ലൈംഗികപരമായ എല്ലാ തരത്തിലുള്ള മ്ലേച്ഛ വസ്തുക്കളും ഈ സാഹചര്യങ്ങളുടെ നടുവിൽ നിന്നാണ് കടന്നു വരിക. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ലോകത്തിൽ 2ാം സ്ഥാനം പോണോഗ്രാഫിക്ക് കടന്നു പോകുന്നത് UK ആണ്, യുണൈറ്റഡ് കിങ്ഡം. നമ്മൾ വിചാരിക്കും ഇത് പാശ്ചാത്യ സംസ്കാരത്തിന്റെ ഒരു പ്രകടനമാകുമെന്ന്. പക്ഷേ ഓർക്കുക, നിങ്ങൾ ഇരിക്കുന്ന ഇന്ത്യ എന്ന മഹാരാജ്യം ലോകത്തിൽ ഇത് 3ാം സ്ഥാനമായി ഈ കഴിഞ്ഞ വർഷം സർവേയിൽ കടന്നു വന്നു. സകല രാജ്യങ്ങളെയും പിന്തള്ളി 3ാം സ്ഥാനത്തേക്ക് ഇന്ത്യ കടന്നു വരുമ്പോൾ ഓർക്കുക, സർവേ പ്രകാരം 66% ആൺകുട്ടികൾ ഇതിന് അഡിക്ഷനിലേക്ക് കടന്നു പോകുന്നു.
പെൺകുട്ടികളെ സംബന്ധിച്ച് 16% തൊട്ട് 30% വരെ ഇതിന്റെ ആസക്തിയുടെ കീഴിലാണെന്ന് സർവേ വെളിപ്പെടുത്തുന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, എവിടെയോ ഒരു കുഴപ്പം ഇതിന്റെ അകത്തില്ലേ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. സഭയിലെ ഓരോ വിശ്വാസികളെയും അവിടെ വിശുദ്ധിയിൽ നിന്ന് പറിച്ചെറിഞ്ഞുകൊണ്ട് അനുഗ്രഹത്തിന്റെ വലിയ സംഹിതകളെ ഉപേക്ഷിച്ചുകൊണ്ട് സാത്താനോട് കൂട്ടിച്ചേരുവാൻ തക്കവിധം ഈ ഒരു കാര്യം വളർന്നു പന്തലിച്ചു കഴിഞ്ഞു. ഫോൺ കോളുകളിലും വാട്സപ്പും ഫേസ്ബുക്കും ഇതിനുവേണ്ടി മാത്രം ഉപയോഗിക്കപ്പെടുന്ന സാഹചര്യമായി മാറ്റമുണ്ടായി കഴിഞ്ഞു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, എവിടെയാണ് ഇതിനൊരു മാറ്റം സൃഷ്ടിക്കാൻ കഴിയുക? കഴിഞ്ഞ നാളില് ഒരു പെൺകുട്ടി ആത്മഹത്യയിലൂടെ കടന്നു പോകുവാൻ വേണ്ടി ട്രൈ ചെയ്തു. അവളെ ഒരു പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി മാതാപിതാക്കൾ ശ്രമിച്ചു. പ്രാർത്ഥനയുടെ പകുതി വഴിക്ക് തന്നെ അവൾ പൊട്ടിക്കരയാൻ തുടങ്ങി. പൊട്ടിക്കരഞ്ഞിട്ട് അവൾ വിളിച്ചു പറഞ്ഞു, ഞാൻ പാപിയാണ്, ഞാൻ പാപിയാണ്. എവിടെ വെച്ചോ കൂട്ടുകാർ കൊടുത്ത ചില സാഹചര്യങ്ങൾ അവളെ ഈ മേഖലയിലേക്ക് തള്ളിമാറ്റി. ഡിപ്രഷൻ അവളിൽ കടന്നു വന്നു. പിന്നീട് ആത്മഹത്യ അവളുടെ ജീവിതത്തെ ഒന്ന് മാറ്റിമറിക്കുന്ന സംഭവമാക്കി മാറ്റി. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, വിവാഹിതനായ ഒരു ചെറുപ്പക്കാരൻ ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ച് കടന്നു വരികയാണ്. അവന്റെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തിയ ഒരു സംഭവം, നീ അശുദ്ധിയുടെ കൂട്ടായ്മയിലാണ്. അശുദ്ധിയിൽ എങ്ങനെയാണ് വിശുദ്ധകരമായ ഒരു കുഞ്ഞിനെ നൽകുക? വേര് വിശുദ്ധമെങ്കിൽ ശാഖകളും വിശുദ്ധമാണ്. എന്നിട്ട് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി, നീ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട പൈതലാണ്. ഉപേക്ഷിക്ക് പാപത്തിന്റെ കൂടാരം, അശ്ലീലതയുടെ കൂടാരം ഉപേക്ഷിക്ക്. ദൈവം നിന്നെ തൊടുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, തൊട്ടടുത്തിരിക്കുന്ന കുഞ്ഞ് കൗമാരമാകാം, അത് ബാല്യമാകാം, യൗവനമാകാം. നിന്റെ കുഞ്ഞ് അതിനുമുപരി കടന്നു പോകുന്ന വിവാഹിതയായ ഒരു വ്യക്തിയാകാം. തന്റെ കരാളഹസ്തങ്ങളുമായി സാത്താൻ വല വിരിച്ചു കഴിഞ്ഞു. നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ വലിയൊരു അരക്ഷിതാവസ്ഥയിലാണ്. കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, കൂട്ടുകെട്ടുകള്, കാണുന്നവ മുഴുവൻ ഇതുപോലുള്ള സാഹചര്യങ്ങള്. ഇന്ന് ഈ ലോകത്തില് ഇന്ത്യ ആകാം, മറ്റ് രാജ്യങ്ങളാകാം, കാണുന്ന ഫിലിമുകള്, സകല ഫിലിമുകളിലും കടന്നു നിൽക്കുന്നത് ഇതുപോലുള്ള സാഹചര്യങ്ങളാണ്. എന്തിനേറെ കാർട്ടൂണുകൾ പോലും ഇതിനോട് സമാനമായി ചിന്തിക്കുന്ന രീതിയിൽ പടർന്ന് പന്തലിച്ചു കഴിഞ്ഞു. ചെറിയ കുഞ്ഞിനെ ടിവിയുടെ മുന്നിൽ ഓൺ ചെയ്ത് വിട്ടിട്ട് കടന്നു പോകുമ്പോൾ ഓർക്കുക, ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, അവന്റെ കൺമുനകളിൽ കടന്നു വരുന്നത് അവന്റെ ഹൃദയത്തിൽ ആഴമേകുന്ന ചില സാത്താനികമായ സംഭവങ്ങളാകാം. എവിടെയാണ് മാറ്റം വരുത്തേണ്ടത്? എവിടെയാണ് മാറി മറിയേണ്ടത്? ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, പോണോഗ്രാഫി കൺമുന്നിൽ കടന്നു വരുന്ന ഒരു ചീത്ത മാത്രമോ, അതോ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു ബയോളജിക്കൽ ഏരിയ മാത്രമോ? ശരീരം എന്തിനു വേണ്ടിയോ ആഗ്രഹിക്കുന്നു. വളർച്ചയുടെ ഘട്ടത്തിൽ എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു ചെറിയ തെറ്റാണ് ഇതെന്ന് കരുതിയാൽ തെറ്റാണ്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, ലോക ചരിത്രത്തില് ഒത്തിരി പേരുടെ ജീവിതവും മാറിമറിയുവാൻ കാരണമാകുന്ന ഒരു സംഭവമാണിത്. നിങ്ങൾക്ക് ശ്രദ്ധിക്കാം നിങ്ങളുടെ കുഞ്ഞിനെ, നിങ്ങൾക്ക് ശ്രദ്ധിക്കാം നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങൾക്ക് ശ്രദ്ധിക്കാം നിങ്ങളുടെ എല്ലാ മേഖലകളെയും. ഇതിനൊരു പരിഹാരം ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധമായ വിശുദ്ധിയുടെ കാലഘട്ടമാണ്. ഹെബ്രായർ 12:14 ബൈബിൾ ഇങ്ങനെയാണ് പറയുക, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രീതിപ്പെടുത്തുക സാധ്യതയില്ല. It is impossible to please God without holiness. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, എവിടെയോ വിശുദ്ധിയുടെ മേഖലയിൽ ഒരു നഷ്ടം കടന്നു വന്നു കഴിഞ്ഞു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, ഈ ലോകത്തില് ഒരിറ്റുപോലും പ്രകാശമില്ല എന്ന് ചിന്തിച്ചു കൊള്ളുക. ലോകം ഇരുണ്ടു തുടങ്ങി. ഇവിടെ ആകെയുള്ള പ്രകാശമാണ് നസ്രായനായ യേശു ക്രിസ്തുവിന്റെ തിരിച്ചോര തുള്ളികളിലൂടെ കടന്നു വരുന്ന ദൈവത്തിന്റെ ശക്തി എന്ന് പറയുക. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, ഇവിടെ ഒരു കുറ്റബോധം എടുക്കാതെ പാപബോധം എടുക്കുമെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരുവാനും കൊണ്ടുവരുവാനും ദൈവത്തിന് സാധിക്കും. 1 കൊരിന്ത്യൻസ് 3:16 ബൈബിൾ ഇങ്ങനെയാണ് പറയുക, നിന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. ശ്രദ്ധിക്കുക, നിന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. ഈ ആലയത്തിൽ ദൈവാത്മാവ് വസിക്കുന്നു. ഈ ആലയത്തെ നീ നശിപ്പിക്കുമെങ്കിൽ,
നിന്നെ ഞാൻ നശിപ്പിക്കുമെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, ന്യൂട്ടന്റെ തേർഡ് ലോ ഓർക്കുന്നത് നല്ലതാണ്. എല്ലാ പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. എവിടെയാണ് അശുദ്ധി കടന്നു വന്നത്? ഞാനാകുന്ന ആലയത്തെ ഞാൻ എവിടെ വെച്ചാണ് നിരാശയിലേക്ക്, പാപത്തിലേക്ക്, അശുദ്ധിയിലേക്ക് തള്ളിവിട്ടത്? ലോകം മുഴുവൻ ഉയർന്നു പൊങ്ങാം, മലവെള്ളപ്പാച്ചില് പോലെ, നോഹയുടെ കാലഘട്ടം പോലെ വെള്ളം ഉയർന്നു പൊങ്ങാം. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, നീയാണ് തീരുമാനിക്കേണ്ടത്. ദൈവത്തിന്റെ പെട്ടകമായ ഈ ഒരു ദൈവത്തിന്റെ സമാധാനമാകുന്ന കുരിശിലേക്ക് നടന്നു കയറുവാൻ നീ സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഒരു കാര്യം ഓർക്കുക, ലേവ്യയുടെ പുസ്തകം 6-ാം അധ്യായം 12-14 വാക്യങ്ങൾ വളരെ പ്രധാനമാണ്. ബൈബിൾ പറയുന്നു, അഗ്നി ബലിപീഠത്തിൽ നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം. ശ്രദ്ധിക്കുക, അഗ്നി ബലിപീഠത്തിൽ നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം. പ്രിയപ്പെട്ട ദൈവ പൈതലേ, നിന്റെ ബലിപീഠം നിന്റെ ഹൃദയമാണ്. ദിവ്യകാരുണ്യം കടന്നു വരുന്ന ബലിപീഠം പോലെ നിന്റെ ഹൃദയത്തെ നീ ഒരുക്കണം. ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകുന്ന അഗ്നി നിരന്തരം കത്തുന്നില്ല എങ്കിൽ എവിടെയും തോൽവിയും നാശവും, എന്തിനേറെ സാത്താന്റെ ആയുധമായി നീ മാറ്റമുണ്ടായേക്കാം. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ഇതിന്റെ ഒരു മേഖലകളിലേക്ക് കടന്നു പോകുക. ഇതിന്റെ പ്രതിഫലനങ്ങൾ എന്താണ്? പോണോഗ്രാഫി ഒരു ചീത്ത എന്നതിനേക്കാൾ ഉപരി, ഒരു നഷ്ടം എന്നതിനേക്കാൾ ഉപരി, നമ്മളെ അശുദ്ധമാക്കുന്നു എന്നതിനേക്കാൾ ഉപരി, അത് നമ്മുടെ ശരീരത്തെ, നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കുന്ന സംഭവമാക്കി മാറ്റാം. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ഒന്നാമതായി ഇത് വിവാഹ ജീവിതത്തെ തകർക്കും. 2, ഇത് കുടുംബജീവിതത്തിലൂടെ കടന്നു പോകുന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ വിശുദ്ധിയെ തകർക്കും. 3, നിങ്ങൾ ചെയ്യുന്ന സകല ജോലിയുടെ പഠനത്തിന്റെ മേഖലകളിൽ ഇത് നഷ്ടം സൃഷ്ടിക്കും. 4, സകല മേഖലയിലും ഫോക്കസ്, കോൺസെൻട്രേഷൻ കടന്നു പോകുന്ന നിങ്ങളുടെ മനസ്സിൽ ഇത് നഷ്ടം വരുത്തും. 5, നിങ്ങളിൽ ഉത്കണ്ഠ. 6, നിങ്ങളിൽ ക്ഷീണം. 7, നിങ്ങളുടെ ശരീരത്തിൽ രോഗങ്ങൾ പ്രത്യക്ഷമാകും. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, എന്തിനേറെ കഴിഞ്ഞ നാളുകളിലെ സ്റ്റഡി പ്രകാരം ഇമ്പോർട്ടൻസി, അതായത് കുഞ്ഞുങ്ങൾ കടന്നു വരുന്നതിന് തടസ്സം വരെ സൃഷ്ടിക്കുവാൻ പോണോഗ്രാഫിക്ക് സാധ്യതയുണ്ടാകും. കാരണം പോണോഗ്രാഫി കാണുന്ന ഒരു വ്യക്തിയുടെ ശരീരം എപ്പോഴും ചൂട് പിടിച്ചുകൊണ്ടേയിരിക്കും. ആളുകൾ നോക്കുമ്പോൾ ഈ വ്യക്തിയിൽ വലിയ വ്യതിയാനങ്ങളൊന്നും കാണണമെന്നില്ല. പക്ഷേ ആ വ്യക്തി എപ്പോഴും ഇതേ ചിന്തകളിലായിരിക്കുന്നത് കൊണ്ട് ഉറക്കത്തിനോ കോൺസെൻട്രേഷനോ ഫോക്കസിനോ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ഇന്നത്തെ ദിവസം നീയാണ് തീരുമാനിക്കേണ്ടത്. തീരുമാനമെടുക്കുന്നത് നീയാണ്. നീ തീരുമാനിക്കുമെങ്കിൽ നോഹയുടെ പെട്ടകത്തിലേക്ക് നടന്നു കയറിയ ദൈവത്തിന്റെ വലിയ മൃഗങ്ങളെ പോലെ, ഇണകളെ പോലെ ഒരുമിച്ച് ദൈവത്തോടൊത്ത് നടന്നു കയറാം. ദൈവത്തിന്റെ കുരിശാകുന്ന പെട്ടകം ഇതാ തുറന്നു വെച്ചു കഴിഞ്ഞു. ഒരേ ഒരു വാതില് ദൈവം നിനക്കായി തുറന്നു കഴിഞ്ഞു. ആകാശത്തിന് കീഴില് മനുഷ്യരുടെ ഇടയില് ഒരേ വാതിൽ ദൈവം നൽകി കഴിഞ്ഞു. ആ ഒരേ വാതിലിലൂടെ അകത്ത് കയറുമെങ്കിൽ വിശുദ്ധിയുടെ വലിയ ശക്തി നിങ്ങളെ തൊടുവാൻ പോകുകയാണ്. ശ്രദ്ധിക്ക്, ലോകം ഇതിനെ എസ് എന്ന് പറയാം, നിന്റെ കൂട്ടുകാർ ഇത് നല്ലതെന്ന് പറയാം. ഇത് കാണാത്തവൻ ആണല്ലെന്നും പെണ്ണല്ലെന്നും യൗവനമല്ലെന്നും പറയാം. ഇവിടെ തീരുമാനമെടുക്കുന്നത് നീയാണ്. ഓർക്കുക, നിന്റെ തലമുറകളെ നഷ്ടമാക്കുന്ന രീതിയിൽ ഇത് നിന്നെ ബാധിക്കാതിരിക്കുവാൻ ഇന്നൊരു തീരുമാനം. എനിക്കിത് വേണ്ടേ വേണ്ട. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ, അല്ലയോ യൗവനമേ, അല്ലയോ ചെറുപ്പക്കാരാ, അല്ലയോ ചെറുപ്പക്കാരി, യുവത്വത്തിന്റെ നടുവിൽ ഈ ഒരു വലിയ മേഖല ഒന്ന് ഏറ്റെടുക്കുക. എവിടെയാണ് ഞാൻ മാറ്റം വരുത്തേണ്ടത്? എന്നെ കണ്ണിന്റെ സകല ആഗ്രഹങ്ങളെയും ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് ഇന്ന് കണ്ണടച്ച് ദൈവത്തിന് മുന്നിൽ വിട്ടുകൊടുക്കാൻ നമ്മളെ ഒരു സെക്കൻഡ് അടയ്ക്കുന്ന കണ്ണുകളിൽ ഹൃദയം തുറന്നുകൊണ്ട് ഒന്ന് ചിന്തിക്കുക. എവിടെയാണ് ഞാൻ വീണത്? ഏത് മേഖലയിലൂടെയാണ് ഞാൻ കടന്നുപോയത്? ഏത് സാഹചര്യങ്ങളിലാണ് ഞാൻ നഷ്ടമുണ്ടായത്? ഏത് മേഖലയാണ് എനിക്ക് അഡിക്ഷൻ ഉണ്ടായത്? ഈ മേഖലകളെല്ലാം വിട്ടുകൊടുത്തേ. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, വിശ്വസിക്കണം, കുരിശിന്റെ നിഴലിലാണ് കടന്നു പോവുക. ഇപ്പോഴും നിന്റെ ഉള്ളിൽ
ഒരു ചിന്തയുണ്ടാകാം, ഞാൻ ഇത് വളരെ തമാശയ്ക്കാണ്, ഒരു രസത്തിനു വേണ്ടിയാണ് ഇത് കാണുന്നതെന്ന്. അതുകൊണ്ട് വലതുകരം മാറോട് ചേർത്ത് പിടിക്കാം. ദൈവത്തിന്റെ വലിയ ശക്തിയോടെ, കൃപയോടെ ഈ കണ്ണുകളെ ദൈവത്തിന് വിട്ടുകൊടുക്കാം. പരിശുദ്ധ രക്തത്താൽ പാപത്തിന്റെ സകല മേഖലകളും നമുക്കൊന്ന് കഴുകാം. കൈകളൊന്ന് മാറോട് ചേർത്ത് പിടിച്ച് 1 യോഹന്നാൻ 1:7, യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. വചനത്തോട് ചേർത്ത് വെച്ച് കർത്താവിനൊന്ന് വിട്ടുകൊടുക്കാം. കൈകൾ രണ്ടും മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഹൃദയങ്ങളെ ദൈവത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ക്രൂശിതന്റെ മുമ്പിലേക്ക് ഓടിയെടുക്കാം. ദിവ്യകാരുണ്യം മറയ്ക്കാത്ത, കഴുകാത്ത, മാറ്റം വരുത്താത്ത ഒരു മുറിവുകളും ലോകത്തിലില്ല. പരിശുദ്ധ സഭയിലെ വിശ്വാസിയായ മകനെ, മകളെ, നിന്റെ വലതുകരം ഒന്ന് മാറോട് ചേർത്ത് പിടിച്ച് ദൈവമേ എന്നോട് കരുണ തോന്നണമേ എന്ന് യാചിക്കാം. എവിടെയാണ് തെറ്റുപറ്റിയത്, എവിടെയാണ് വീണത്, ഒന്ന് വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മനസ്സിന്റെ ഭാരങ്ങളെല്ലാം മായ്ക്കുന്ന പൊൻസ്നേഹമല്ലേ, ഹൃദയത്തിനാശ്വാസമേകും അലിവിന്റെ നിറരൂപമല്ലേ. എന്നെ ഞാനിന്നിതാ നിന്റെ പൊൻകൈകളിൽ ഇന്നു നൽകുന്നിതാ, വന്നു വാഴേണമേ. ഒരു വാക്കിൻ്റെ ദയ ഞാൻ കൊതിപ്പൂ. ഓ മനസ്സിൻ്റെ ഭാരങ്ങളെല്ലാം മായ്ക്കുന്ന പൊൻസ്നേഹമല്ലേ, ഹൃദയത്തിനാശ്വാസമേകും അലിവിൻ്റെ നിറരൂപമല്ലേ. ഹൃദയം നോവും നിമിഷം മിഴിനീർ അറിയാതൊഴുകും. ഹൃദയം നോവും നിമിഷം മിഴിനീർ അറിയാതൊഴുകും. ഒഴുകുന്ന മിഴിനീർ തുടച്ചിടുവാൻ തഴുകുന്ന കരമൊന്നു കാക്കുന്നു ഞാൻ. ഒഴുകുന്ന മിഴിനീർ തുടച്ചിടുവാൻ തഴുകുന്ന കരമൊന്നു കാക്കുന്നു ഞാൻ. ഓ മനസ്സിൻ്റെ ഭാരങ്ങളെല്ലാം മായ്ക്കുന്ന പൊൻസ്നേഹമല്ലേ, ഹൃദയത്തിനാശ്വാസമേകും അലിവിൻ്റെ നിറരൂപമല്ലേ. എന്നെ ഞാനിന്നിതാ നിന്റെ പൊൻകൈകളിൽ ഇന്നു നൽകുന്നിതാ, വന്നു വാഴേണമേ. ഒരു വാക്കിൻ്റെ ദയ ഞാൻ കൊതിപ്പൂ. ഓ ഓ ഓ ദൈവപുത്രന്റെ ആണിപ്പഴുതുള്ള കരം നിന്നെ തൊട്ടുകഴിഞ്ഞു. ദൈവപുത്രനായ യേശു നിന്റെ ജീവിതം ഏറ്റെടുത്തു കഴിഞ്ഞു. ദൈവസന്നിധിയിൽ ഇനി നീ നിരാശപ്പെട്ടിരിക്കരുത്. ദൈവപുത്രന്റെ കരുണയുടെ ഹൃദയത്തിൽ നിന്റെ ജീവിത പ്രശ്നത്തിനുള്ള പരിഹാരമുണ്ട്. യേശു
ഇന്നും ജീവിക്കുന്ന ദൈവപുത്രനാണ്. അവൻ നിത്യനായ സർവശക്തനാണ്. രോഗവും ദുഃഖവും ദുരിതവും ഇനി നീ ഓർക്കരുത്. ദൈവം സൗഖ്യപ്പെടുത്തുന്ന കർത്താവാണ്. ദൈവപുത്രൻ നിന്റെ ജീവിതത്തിൻ്റെ കർത്താവാണ്. കർത്തൃത്വം അവൻ ഏറ്റെടുത്തു കഴിഞ്ഞു. ഒരൽപ്പം നൊമ്പരം നിന്റെ ഹൃദയത്തിലൂടെ കടന്നുപോയെന്ന് നീ കരുതുന്നുണ്ടോ? എവിടെയോ നെഞ്ചൊന്ന് പിടയുന്നത് പോലെ, നിന്റെ ഉള്ളം ഒന്ന് കരയുന്നത് പോലെ ഫീൽ ആകുന്നുണ്ടോ? ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് അല്ലയോ പൈതലേ പുറത്തു വരുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഒരു നല്ല കുമ്പസാരത്തിന് ഒരുങ്ങിക്കൊള്ളുക. ഇന്നത്തെ ഹോംവർക്ക് ദൈവത്തിൻ്റെ വചനം സഭാപ്രാസംഗികൻ 11-ാം അധ്യായം 9-ാം വാക്യമാണ്. വളരെ ആഴമേറിയ ഒരു വചനം. വചനം ഇങ്ങനെയാണ് പറയുക: യുവാവേ, യുവത്വത്തിൽ നീ സന്തോഷിക്കുക. യൗവനത്തിന്റെ നാളുകളിൽ നിന്റെ ഹൃദയം നിന്നെ ആനന്ദിപ്പിക്കട്ടെ. ഹൃദയത്തിന്റെ പ്രേരണകളെയും കണ്ണിന്റെ അഭിലാഷങ്ങളെയും പിൻചൊല്ലുക. ഹൃദയത്തിന്റെ പ്രേരണകളെയും കണ്ണിന്റെ അഭിലാഷങ്ങളെയും നീ പിൻചൊല്ലുക. എന്നാൽ ഓർമ്മിച്ചുകൊള്ളുക, ഇവയ്ക്കെല്ലാം ദൈവം നിന്നെ ന്യായവിധിക്കായി വിധിക്കും. കണ്ണിന് പുറകെ, ഹൃദയത്തിന്റെ പ്രേരണകളുടെ പുറകെ നമുക്ക് കടന്നു പോകാം. പക്ഷെ ഓർക്കുക, അവയ്ക്കെല്ലാം ദൈവത്തിന് മുന്നിൽ നമ്മളൊരു ദിവസം ന്യായവിധിക്കായി കടന്നു വരേണ്ടി വരും. പ്രിയപ്പെട്ട മകനെ, മകളെ, അല്ലയോ പൈതലേ, ആരോടും പറയണമെന്നില്ല. പക്ഷെ ദൈവത്തിന് മുന്നിൽ പരിപൂർണ ഹൃദയത്തോടെ ഒന്ന് തുറക്കുമെങ്കിൽ, കാഴ്ചയില്ലാത്തവൻ വിളിച്ചു പറഞ്ഞു എനിക്ക് കാണണമെന്ന്. ദൈവം ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്യണമെന്ന്? അവൻ തുറന്നു പറഞ്ഞു, എനിക്ക് കാണണമെന്ന്. നീ സിൻസിയറെങ്കിൽ ദൈവം നിന്നെ തൊടാൻ ആഗ്രഹിക്കുന്നു. കണ്ണുകൾ അടച്ച് ഹൃദയ നൊമ്പരത്തോടെ, ഹൃദയം നുറുങ്ങി ദൈവത്തോട് പറയാം, എനിക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരണം. ദൈവം നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നത്തെ ദൈവം എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തോറ്റിട്ടില്ല. നിങ്ങൾ തോൽക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. വിജയത്തിന്റെ വിത്തുകളുമായി ദൈവം നിങ്ങളുടെ പുറകെ നടപ്പുണ്ട്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. വലതുകരം മാറോട് ചേർത്ത് പിടിച്ച്, എൻ്റെ യേശുവേ, ഇതാ എൻ്റെ തീരുമാനം, ഞാൻ നിനക്കായി പ്രഖ്യാപിക്കുന്നു എന്ന് ഏറ്റുപറയാം. ദൈവം നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ശരീരത്തിൽ നിന്ന് എന്തോ വിട്ടുപോയതുപോലെ, ഒരു ആശ്വാസം പോലെ, ഒരു സ്വാതന്ത്ര്യം പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. കാരണം ദൈവം നിങ്ങളിൽ പ്രവർത്തിച്ചു തുടങ്ങി. പരിശുദ്ധ കന്യാമറിയത്തോടൊപ്പം, വിശുദ്ധ മരിയ ഗുരുത്തിയോടൊപ്പം, വിശുദ്ധ അൽഫോൻസാമയോടൊപ്പം നമുക്കൊന്നിയേർന്ന് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കാം. പോണോഗ്രാഫിക്ക് നിങ്ങളുടെ മേൽ സ്വാധീനമില്ല. ദൈവം അതിനെ നിങ്ങളുടെ കാൽക്കീഴിലാക്കി തല തകർത്ത് കളഞ്ഞു. ദൈവം കൂടെ നിൽക്കുന്നു. ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. വലിയ മാറ്റത്തിന്റെ ദിവസം നിങ്ങളെ കാത്തിരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നസറായനീശോ വരുന്നു, രക്ഷകനീശോ വരുന്നു. നിന്റെ രോഗശയ്യക്കരികെ ജീവന്റെ നാഥൻ വരുന്നു. വിശ്വാസത്തോടെ നീ ഉണരൂ, പ്രത്യാശയുള്ളിൽ നീ നിറയ്ക്കൂ. നമ്മെ രക്ഷിക്കാൻ കഴിയുന്നോനല്ലോ രക്ഷകനീശോ.